ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. അധ്യാപകനും ദീർഘകാലം RSSന്റെ പ്രാന്ത സംഘചാലകായി പ്രവർത്തിക്കുകയും ചെയ്ത തട്ടയിൽ ചാങ്ങവീട്ടിൽ പ്രൊഫസർ MK ഗോവിന്ദൻ നായരുടെ അനുസ്മരണം സ്മൃതി ഗോവിന്ദം എന്ന പേരിൽ പന്തളം നാന കൺവെൻഷൻ സെന്ററിൽ നടന്നു. C. സദാനന്ദൻ MP ഉദ്ഘാടനം ചെയ്തു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൂര്യനില്ലാത്ത അവസ്ഥയിൽ ഇരുട്ട്. അപ്പൊ സൂര്യൻ ഇല്ലാതെ പോയാൽ എന്തെങ്കിലും ഒരിക്കൽ സൂര്യന്റെ ബ്രഹ്മ കെട്ടുപോയാൽ വീണ്ടും പണിയുന്ന പോലെയാണ്. അപ്പൊ ഈ ഇരുട്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി അത് ഭാരതത്തെ അംഗീകരിക്കാൻ ലോകം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി, വർത്തമാനകാല പ്രധാനമന്ത്രി അധികാരമേൽക്കുന്നതിന് മുമ്പ്, പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് പാർലമെന്റിൽ പോയി അനുസ്യൂതം പോകുന്ന ആ നിലക്കുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹം ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി ചെല്ലുമ്പോൾ ആദ്യത്തെ പടിയിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ഭരണഘടനയെ അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ട് പ്രജ്ഞപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമിതി പ്രഖ്യാപനം RSS ദക്ഷിണ കേരള പ്രാന്ത സംഘചാലക് പ്രൊഫസർ MS രമേശ് നിർവഹിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിസന്ധികളെ നേരിട്ട് സംഘപ്രവർത്തനം നടത്തുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത MK ഗോവിന്ദൻ നായരുടെ സ്മരണാർത്ഥം RSS പന്തളം ഖണ്ഡിന്റെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരണവും ചടങ്ങിൽ നടന്നു. RSSന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പന്തളം.